മഹാദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, ബഹുമാന്യരായ ദൈവജനം, ലീഡ് ചെയ്ത ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ, വേഗമിരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ കർത്തൃദിവസം തിരുസന്നിധിയിൽ കടന്നു വന്ന് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ നല്ല സങ്കീർത്തനങ്ങൾ കർത്താവ് നമുക്ക് നൽകി. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഹെർമോന്യമഞ്ഞ് പെയ്യുന്നത് പോലെ നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരുന്നിടങ്ങളിലൊക്കെ ദൈവം നമ്മെ സഹായിച്ചു, പരിപാലിച്ചു, സൂക്ഷിച്ചു. ജീവനും ഭക്തിക്കും ആവശ്യമാതൊക്കെയും ദൈവം നമുക്ക് നൽകി തന്ന് വീണുപോകാതെ, താണുപോകാതെ, തളർന്നു പോകാതെ ഇമ്മാനുവേലിൻ്റെ ചിറകിൻ്റെ കീഴിൽ സൂക്ഷിച്ച് അത്ഭുതകരമായി ദൈവം നടത്തുന്ന അവൻ്റെ പറഞ്ഞുതരാനാവാത്ത ദാനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും കേട്ടതുപോലെ കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ മരണം അതിൻ്റെ മുഴുവൻ ബലത്തോടുകൂടി താണ്ഡവമാടി അനേക കുടുംബങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോയി, അനേക കുടുംബങ്ങളെ തകർത്തു. അനേക കുടുംബങ്ങൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ നമുക്കിന്ന് പകൽക്കാലം തിരുസന്നിധിയിൽ കടന്നു വന്ന് സന്തോഷത്തോടെ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഘോഷിപ്പാൻ ദൈവം നമുക്ക് ആയുസ്സു ആരോഗ്യം നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിൻ്റെ കൃപയത്രേ. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ നന്ദി ഉള്ളവരായിരിപ്പീൻ. ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുന്നു, നന്ദി ഉള്ളവരായിരിപ്പീൻ. നാം എല്ലാവരും അറിഞ്ഞതുപോലെ കേട്ടതുപോലെ സഭയുടെ സീനിയർ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നുപോയിരിക്കുന്നല്ലോ. വളരെ ശക്തമായ നിലയിൽ ദൈവം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സമാധാനത്തോടെ മടങ്ങി വരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിഥികളായി കടന്നു വന്നിരിക്കുന്ന, പുതിയതായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് വന്ദനം ചെല്ലുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മഹാദൈവം അവൻ അത്ഭുത മന്ത്രിയാണ്, രാജാതിരാജാവാണ്, കർത്താതി കർത്താവാണ്. താൻ മാത്രം അമർത്ഥതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവനും കൺമാൻ കഴിയാത്തവനുമായ മഹാദൈവം നമ്മുടെ മധ്യയെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവനെ ഒന്ന് ചേർത്ത് പിടിക്കണം. മടങ്ങിപ്പോകുമ്പോൾ ഒരു അഭിഷേകത്തിൻ്റെ നറുമണമായി മടങ്ങുവാൻ ഇടയായി തീരണം. ഒരു ദൈവപ്രവൃത്തിയുമായി മടങ്ങുവാൻ ഇടയായി തീരണം. അവൻ്റെ ശബ്ദം കേട്ട് മടങ്ങുവാൻ ഇടയായി തീരണം. പ്രൈസ്. ഒരു പുതിയ കൃപയോടെ, ഒരു ആത്മപകർച്ചയോടെ നാം മടങ്ങിപ്പോകുവാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ലഭിച്ചിരിക്കുന്ന പ്രൈസ് സമയത്തിനുള്ളിൽ പ്രൈസ് ദി ലോർഡ് എന്നെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പകൽക്കാലം സഭയ്ക്ക് നൽകുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വളരെ പരിചിതമായിട്ടൊരു വേദഭാഗം വായിക്കാം. നമുക്ക് വളരെ പരിചിതമുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 11-ാം വാക്യം. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവിടെ ലാസറിനെ വിളിക്കുന്ന ഒരു പ്രത്യേകമായ പേരുണ്ട്, നമ്മുടെ സ്നേഹിതനായ ലാസർ. ഞാൻ ലാസറിനെ കുറിച്ച് അല്പസമയം ഒന്ന് ധ്യാനിച്ചപ്പോൾ ലാസറിനെ സ്നേഹിതനെന്ന് വിളിക്കുവാൻ പ്രത്യേകമായി ഇതൊന്നും അവിടെ കാണുന്നില്ല. സ്നേഹിതൻ എന്നുള്ള വാക്ക് വളരെ വില കൂടിയ വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. കണ്ണി കാണുന്നവനെല്ലാം സ്നേഹിതൻ വിളിക്കാൻ സാധിക്കത്തില്ല. സ്നേഹിതന്മാർ വേറെ, പരിചയക്കാർ വേറെ. പ്രൈസ് ദി ലോർഡ്. സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കാൻ പോലും വില്ലിങ് ആയിരിക്കുന്നയാളാണ് സ്നേഹിതൻ. തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നതിൽ അധിക സ്നേഹമില്ല. അപ്പൊ സ്നേഹിതൻ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ്. ഇവിടെ ദൈവം ഒരു മനുഷ്യനെ സ്നേഹിതൻ എന്ന് വിളിക്കുമ്പോൾ അത്ര ആഴമേറിയ മൂല്യങ്ങൾ ആ മനുഷ്യനുണ്ടായിരിക്കണം. ദൈവം അബ്രഹാമിനെ വിളിച്ചു, എൻ്റെ സ്നേഹിതനായ അബ്രഹാം. എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ വല്ലതും മറച്ചു വെക്കുമോ? അബ്രഹാമിന് ദൈവം സ്നേഹം വിളിക്കുന്നുവെങ്കിൽ അബ്രഹാം പ്രൈസ് ദി ലോർഡ് വീരശൂര പരാക്രമങ്ങൾ കാണിച്ച ചില സാക്ഷ്യങ്ങൾ ഇവിടെയുണ്ട്. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത് സാറായുടെ ഗർഭപാത്രത്തിൽ നിർജീവാവസ്ഥ അറിഞ്ഞിട്ടും, തൻ്റെ ശരീരത്തിൻ്റെ നിർജീവാവസ്ഥ അറിഞ്ഞിട്ടും, അവിശ്വാസത്തിൽ സംശയിക്കാതെ
ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞുകൊണ്ട്, അനവധി നിവർത്തിപ്പാൻ ശക്തനെന്ന് പറഞ്ഞുകൊണ്ട് 25 വർഷക്കാലം, പ്രൈസ് ദി ലോർഡ്, 25 വർഷക്കാലം അബ്രഹാമേ നീ ആകാശത്തിലേക്ക് നോക്കുക, ഇതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. പ്രൈസ് ദി ലോർഡ്. കടലിലെ മണത്തരികളെ നിനക്ക് കാണുവാൻ കഴിയുമോ? അതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 15 കഴിഞ്ഞു, 25 20 കഴിഞ്ഞു, പ്രൈസ് ദി ലോർഡ്, 24 കഴിഞ്ഞു. എങ്കിലും ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വാസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു. വിശ്വസിക്കുന്നുകൊണ്ട് വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അവൻ രാജ്യങ്ങളെ കീഴടക്കി. ഗ്ലോറി. അവിടെ വായിക്കുന്നു, ദൈവം പറഞ്ഞ അവധിക്ക്. ദൈവം ഒരു ദൂത് നൽകുമ്പോൾ ദൈവം ഒരു അവധി ചെക്കും കൂടി തരികയാണ്. ദൈവം ഒരു ദൂത് നൽകുമ്പോൾ ദൈവം അതിന് അവധി വെച്ചിട്ടുണ്ട്. തിരുവചനത്തിൽ വായിക്കുന്നു, ദൈവം പറഞ്ഞ അവധിക്ക്. കൂടപ്പറപ്പെ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. സ്നേഹിത ഒരു അവധി വെച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞ അവധിക്കാ നാം ഇവിടെ വന്നത്. ദൈവം പറഞ്ഞ അവധിക്കാ താങ്കൾ ഇവിടെ വന്നത്. ദൈവം പറഞ്ഞ ദൂതന്റെ നിവൃത്തിയാണ് താങ്കൾ ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന് തെറ്റുപറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 25 വർഷം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച ആ ദൈവ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, എന്റെ സ്നേഹിതനായ അബ്രഹാം. ഒരു വിശ്വാസിയാവാൻ 1 ദിവസം മതി. അഭിഷേകം സ്നാനപ്പെടാൻ 2 ദിവസം മതി. അഭിഷേകം പ്രാപിക്കാൻ 3-ാമത്തെ ദിവസം അഭിഷേകം പ്രാപിക്കാം. ഒരു പാസ്റ്റർ ആവാൻ 3 വർഷം മതി. പക്ഷെ ദൈവത്തിന്റെ സ്നേഹിതനാകുക എന്ന് പറയുന്നത്, ടു ബി എ ഫ്രണ്ട് ഓഫ് ഗാഡ് ഈസ് സംതിങ് ഗ്രേറ്റ്, ഈസ് സംതിങ് മോർ ദാൻ ദാറ്റ്. ദൈവത്തിന്റെ സ്നേഹിതൻ, എത്ര ഇമ്പമുള്ള വാക്കാണ്. ഹല്ലേലൂയ. എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ വല്ലതും മറച്ചു വെക്കുമോ? പ്രൈസ് ദി ലോർഡ്. സ്നേഹിതന് പറഞ്ഞ വില കൂടിയ വാക്കാണ് അല്ലേ? ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളെ ശിഷ്യന്മാരെന്ന് വിളിക്കുകയില്ല, നിങ്ങളെ ഞാൻ എൻ്റെ സ്നേഹിതന്മാരെന്ന് വിളിക്കും. സ്നേഹിതനോട് ഹൃദയം തുറന്ന് പറയും. സ്നേഹിതനോട് ഹൃദയം തുറന്ന് പറയും. കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയം നിങ്ങളോട് തുറന്നിരിക്കുക, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അല്പം കൂടി അടുത്ത് ചേർത്ത് പിടിക്കാൻ പോകുകയാണ്. ഒരു വിശ്വാസം എന്ന നിലയിൽ, ഒരു എൽഡർ എന്നുള്ള നിലയിൽ, അതിനേക്കാൾ ഉപരി ഒരു പാസ്റ്റർ എന്ന നിലയിൽ, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സ്നേഹിതൻ. നോഹ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. വില കൂടിയ ഒരു കൺസ്ട്രക്ഷൻ അങ്ങ് ഏൽപ്പിച്ചു. ഭൂമിയിൽ ജനത്തിൻ്റെ പ്രൈസ്ലോ വംശാവലി നിലനിർത്തുവാൻ ഒരു വലിയ പ്രൈസ്ലോ കൺസ്ട്രക്ഷൻ ദൈവം ഏൽപ്പിച്ചു. നോഹ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ഹാനോക്ക് ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ദാനിയേൽ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്നേഹിതനാകണമെങ്കിൽ നാം അല്പം കൂടി മുൻപോട്ട് നടക്കണം, അല്പം കൂടി ക്വാളിറ്റി വെളിപ്പെടുത്തണം. പ്രൈസ്. ദൈവത്തിന് നമ്മുടെ തോളിൽ കൈയിടുവാൻ തക്കവണ്ണം അല്പം കൂടി മൂല്യം വർദ്ധിക്കണം. ശാന്തമായിട്ടൊന്ന് നമ്മളോട് ഒന്ന് പറഞ്ഞേ, ഇത്രയും വർഷമായി ദൈവം എന്നെ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കുമോ? Praise the Lord. മറ്റൊരു മനുഷ്യനെ ദൈവം വിളിച്ചു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. These are the rare calling from God. വളരെ റയർ കോളിംഗ്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, ഒരു ദിവസം കൊണ്ട് വിശ്വാസിയാകാം, 2 ദിവസം കൊണ്ട് സ്നാനപ്പെടാം, 3-ാമത്തെ ദിവസം അഭിഷേകം പ്രാപിക്കാം, 3 വർഷം കഴിഞ്ഞാൽ പാസ്റ്റർ ആകാം. പക്ഷെ ദൈവത്തിന്റെ മനുഷ്യൻ ഈസ് ബിയോണ്ട് ദാറ്റ്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ഒന്നുമില്ലെങ്കിലും നമുക്ക് ആ വിളി കേൾക്കുവാൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴാം.
ദൈവം ഇത്ര ആയുസ് തന്നില്ലേ, ഇത്രയും ആരോഗ്യം തന്നില്ലേ, ഇത്രയും നന്മകൾ തന്നില്ലേ? ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം നമ്മെ ജയോത്സവമായിട്ടല്ലേ നടത്തുന്നത്? അങ്ങനെയെങ്കിൽ ആ വിളി കേൾക്കുന്നില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പറയുന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതം ചെറിയ പരാജയത്തിൻ്റെ മേഖലയിൽ കൂടി നമ്മൾ മുന്നേറുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, അഭിഷേകമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവനെ ധ്യാനിക്കുന്നുണ്ട്. ഇതെല്ലാം സത്യമാണെങ്കിലും ഒരു പടി കൂടി. അങ്ങനെ വിളി കേൾക്കണമെങ്കിൽ നമ്മൾ പൊട്ടന്മാരായിരിക്കണം. നമ്മൾ ആരായിരിക്കണം? എൻ്റെ ദാസനെ പോലെ ചെകിടൻ ആരുള്ളൂ, എൻ്റെ ദാസനെ പോലെ ഊമൻ ആരുള്ളൂ, എൻ്റെ ദാസനെ പോലെ. പ്രൈസ് ദി ലോർഡ്. ഒരു പൊട്ടന് മാത്രമേ ആ നിലയിൽ 25 വർഷക്കാലം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടെന്ന് പറഞ്ഞു നടക്കുന്നുവെങ്കിൽ ഒരു പൊട്ടനല്ലാതെ ആർക്കങ്ങനെ കഴിയും? ഇവരെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ലാസറെ വിളിക്കാൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ലാസറിനെ വിളിക്കുന്നത് ഒരു പടി കൂടി മികവോടെയാണ്. നമ്മുടെ സ്നേഹിതൻ എന്നാ വിളിക്കുന്നത്. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. പ്രൈസ്. യേശു കർത്താവ് ബഥാനിയേൽ ഗ്രാമത്തിൽ വരുമ്പോൾ, പ്രൈസ് ലോർഡ്, ഈ വീട്ടിലാണ് വിശ്രമിക്കുന്നത്. സത്യം തന്നെ 2 സഹോദരിമാർ പ്രൈസ് ഊഷ്മളമായിട്ട് കർത്താവിനെ സ്വീകരിക്കുന്നു. പക്ഷെ ലാസറെ പിടികൊടുക്കുന്നില്ല, ലാസറെ കാണുന്നില്ല. പക്ഷെ അഗ്നിജ്വാലിക്കത്തെ കണ്ണുകളോട് ദൈവം ലാസറെ നോക്കുമ്പോൾ, കർത്താവ് നോക്കുമ്പോൾ, ലാസറിന്റെ അകത്ത് ഹല്ലേലൂയ പുത്രൻ തമ്പുരാൻ നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കും, മനുഷ്യൻ്റെ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് ഒക്കെയാണ് നോക്കുന്നത്, പെരിഫറൽ ആയിട്ടുള്ള. പക്ഷെ ദൈവം അകത്തേക്ക് നോക്കിയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ വരുന്നത് കണ്ടപ്പോൾ പ്രൈസ് കർത്താവ് അവനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ. ചിലപ്പോൾ ക്ഷിപ്രകോപിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല. പ്രിയമുള്ള വിശുദ്ധന്മാരെ, കർത്താവിൽ പ്രിയ വിശുദ്ധന്മാരെ, നമ്മളെ നോക്കി ദൈവം തമ്പുരാൻ ഇങ്ങനെ പറയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ സ്വർഗം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? നരകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? ന്യായവിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ? ഒരു ദിവസം ഇതുപോലെ അക്ഷരാർത്ഥത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ മുൻപിൽ പ്രൈസ് ജഡ്ജ്മെന്റ് സീറ്റിൽ അങ്ങനെ നമ്മൾ പോയി അതിൻ്റെ മുൻപാകെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ, എന്നാ മറ്റൊരു മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, പ്രൈസ്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാകയാൽ. ഇടത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാകയാൽ. അതേ കണ്ണുകൊണ്ട് മറ്റേയാൾ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല, ഇവനിൽ തരികടയില്ല, ഇവനിൽ തട്ടിപ്പില്ല. കർത്താവേ, നീ എന്നെ എപ്പോൾ കണ്ടു? കർത്താവിന് പറയാനുള്ള, മോനെ, രാത്രികാലങ്ങളിൽ നീ അത്തിയുടെ കീഴിൽ വന്ന് ചെന്ന് ഏങ്ങലടിച്ച് നിലവിളിക്കുന്നത് എൻ്റെ കണ്ണ് കണ്ടു. നിന്റെ വീട്ടുകാർ കണ്ടില്ല, സഭക്കാർ കണ്ടില്ല, പാസ്റ്റർ കണ്ടില്ല, വീട്ടുകാർ കണ്ടില്ല, സുഹൃത്തുക്കൾ കണ്ടില്ല, എൻ്റെ കണ്ണ് കണ്ടു. കർത്താവേ, എനിക്കൊരു നാളെയില്ലയോ? എനിക്കൊരു നന്മയില്ലയോ? എനിക്ക് എൻ്റെ കൂട്ടുവിശ്വാസികളെ പോലെ അന്തസ്സോടെ ആഭിജാത്യത്തോടെ എനിക്കൊരു നാളെ ഒരു നന്മയില്ലയോ? പ്രൈസ് ദി ലോർഡ്. ദൈവ മനുഷ്യനെ നോക്കി പറയുകയാണ്, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ കുറിച്ചിട്ട് കൊടുക്കുക, നീ ഇതിലും വലിയത് കാണും. അല്ലേ? ഇന്ന് പകൽക്കാലം right at the corner of your heart you are going to see greater things. നീ ഇതിലും വലിയത് കാണും, നിന്റെ കുഞ്ഞുങ്ങൾ ഇതിലും വലിയത് കാണും, നിന്റെ കുടുംബം ഇതിലും വലിയത് കാണും. കാരണം അത്രയ്ക്കും കടം നീ ഒഴുക്കിയിട്ടുണ്ട്. പുറമെ ആരുടെ മുമ്പിൽ നീ ഒന്നും പറഞ്ഞില്ല. പുറമെ ആളുടെ മുമ്പിൽ ഒരുപക്ഷെ നീ ക്ഷിപ്രകോപിയായിരിക്കാം, പുറമേ നീ ദേഷ്യക്കാരനായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവെന്ന് പകൽക്കാലം പറയുകയാണ്, നീ എഴുതിയിട്ടോ, നീ ഇതിലും വലിയത് കാണും. ഹല്ലേലൂയ. കരം കൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, നമ്മുടെ ലാസർ ഉറങ്ങിയാണ്, ഇവന്റെ മേൽ അസാധാരണമായ വിളിയുണ്ട്, ഇവന്റെ മേൽ അസാധാരണമായ തെരഞ്ഞെടുപ്പുണ്ട്. ഇവനെ ഞാൻ ഉണർത്താൻ പോവുകയാണ്. ഇവനെ ഉണർത്തിയിട്ട് വേണം ബെഥാന്യ ഗ്രാമത്തെ എനിക്ക് കീഴ്മയി മറയ്ക്കുവാൻ. തിരുവഴുത്തിൽ വായിക്കുന്നു, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഇപ്പം ലാസർ മരിച്ചവരുടെ ഇടയിൽ കിടക്കുകയാ. നീ അവിടെ കിടക്കാനുള്ളവനല്ല.
പ്രൈസ് ലോർഡ്. നിന്റെ മേൽ അസാധാരണ വിളിയുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നിന്നെ നോക്കിയിട്ട് ആളുകൾ രക്ഷയിലേക്ക് വരാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ നോക്കിയിട്ട് ആളുകൾ രക്ഷയിലേക്ക് വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി കണ്ട് രക്ഷയിലേക്ക് വരാൻ പോകുകയാണ്. നീ ഒരു വലിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. അല്പം കഴിയുമ്പോൾ നിന്റെ പേര് മാറാൻ പോകുന്നു. നിന്റെ വീടിന്റെ അവസ്ഥ മാറാൻ പോകുന്നു. ഹല്ലേലൂയ. ഗ്രാമത്തിന്റെ അവസ്ഥ മാറാൻ പോകുന്നു. അത്ര വലിയ തെരഞ്ഞെടുപ്പാണ്. റോമലേഖനം 13-ാം അധ്യായം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. റോമർ 13:11 വായിച്ചാട്ടെ. റോമർ 13:11. പ്രൈസ് ദി ലോർഡ്. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. നിങ്ങൾ സമയത്തെ അറിയുകയാൽ. അടുത്ത വാക്യം കൂടി. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. വിശുദ്ധന്മാരെ, കർത്താവിൻ്റെ ആ രക്ഷ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് രക്ഷയുടെ പൂർത്തീകരണമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്. ആ രക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച സമയത്തേക്കാൾ കർത്താവിൻ്റെ മടങ്ങി വരവ് വളരെ ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ തലമുറയിൽ തന്നെ ഞാൻ പുനരുത്ഥാനം ആഗ്രഹിക്കുന്നയാളല്ല, ഞാൻ ഉൾപ്രാപണം ആഗ്രഹിക്കുന്നയാളാണ്. ഹല്ലേലൂയ. ഞാൻ രൂപാന്തരപ്പെടുവാനായി ആഗ്രഹിക്കുന്നയാളാണ്. പുനരുത്ഥാനം മരിച്ചതിന് ശേഷമാണ്. എന്നാൽ എൻ്റെ കാലയളവിൽ, എൻ്റെ ജീവിത കാലയളവിൽ തന്നെ എൻ്റെ യേശു വരുമെന്ന് എനിക്ക് ആഴമേറിയ വിശ്വാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാർ അങ്ങനെ വിശ്വസിച്ചുവെങ്കിൽ, പൗലോസും പത്രോസും അങ്ങനെ വിശ്വസിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, നാം അവരെക്കാളും വലിയ മിടുക്കന്മാരൊന്നുമല്ല. നമ്മുടെ കാലയളവിൽ നമ്മുടെ കർത്താവ് വരുമെന്ന് നമ്മൾ ആഴമായി വിശ്വസിക്കണം. ഞാൻ എങ്ങനെ ആഴമായി വിശ്വസിക്കുന്നു? എൻ്റെ കർത്താവ് എൻ്റെ കാലയളവിൽ തന്നെ, എൻ്റെ തലമുറയിൽ തന്നെ വരുമെന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. യോബ് പറഞ്ഞ പോലെ അന്യകണ്ണല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. ഹല്ലേലൂയ. ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുക. ഒരു വലിയ ദൈവമനുഷ്യൻ, ആകാശത്തുനിന്ന് തീയിറക്കിയ ദൈവമനുഷ്യൻ, ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്ന് സകല ജനത്തിന്റെ മുമ്പിൽ വരച്ചു കാണിച്ച ദൈവമനുഷ്യൻ കേവലൊരു വാക്കിന്റെ മുൻപിൽ ഉറങ്ങിപ്പോയി, ക്ഷീണിച്ചു പോയി. വാക്കിന്റെ മുമ്പിൽ ക്ഷീണിച്ചു പോയി, പതറിപ്പോയി. ഗ്ലോറി ടു ഗോഡ്. നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ എടുക്കുന്നു പറഞ്ഞ ഒരു സ്ത്രീയുടെ മുൻപിൽ ആ മനുഷ്യൻ ക്ഷീണിച്ചു പോയി. ഗ്ലോറി ടു ഗോഡ്. സ്വർഗ്ഗത കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോ ചുവടുകളും സ്വർഗം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി. ഓരോ ദിവസവും ഒരു വാക്കൂടെ പറയാറുണ്ട്, അന്നത്തെ മിറ്റടിക്കുക. ഇവിടെ ഇപ്പം അങ്ങനെ ബ്ലോറൊക്കെ ഉണ്ടല്ലോ, അന്നത്തെ മിറ്റടിക്കുക. കാരണം രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ ആളുകൾ പറയും, നാട്ടിലെ ശൈലിയാണ്, വീട് അടിക്കാതെ തൂക്കാതെയൊക്കെ കിടക്കുന്ന വീടാന്ന് പറയും. രാവിലെ എഴുന്നേറ്റില്ലെങ്കിലേ, നമ്മൾ കണ്ടല്ലോ, ഫ്ലൈറ്റ് കയറി ഉടനെ താഴോട്ട് പോയി. ക്യാമ്പിന് പോയ പിള്ളേർ മുഴുവൻ കുടുംബങ്ങളെല്ലാം ഒഴുകിപ്പോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എത്ര ഭയാനകം. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സായി ക്ലിയർ ആയിരിക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ക്ഷീണിച്ച് മടുത്ത് പെറുപുറത്ത് ആരായത്? ഈ മനുഷ്യൻ ആകാശത്തെ പൂട്ടി താക്കോലുമായി നടന്ന ദൈവമനുഷ്യൻ. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഭൂമിയിൽ മഴ പെയ്യില്ലെന്ന് പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞ ദൈവമനുഷ്യൻ വാക്കിന്റെ മുമ്പിൽ പതറിപ്പോയി. തിരുവഴുത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ ഉള്ളത്തിൽ ക്ഷീണിച്ചും മടുത്തും പോകാതിരിപ്പാൻ പാപികളാൽ വിരോധം സഹിച്ച ഇങ്ങനെയുള്ളവനെ ധ്യാനിക്കണം. ക്ഷീണിക്കുമ്പോൾ ധ്യാനിക്കണം. ക്ഷീണിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ക്ഷീണിക്കുമ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ദൈവം ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി നാലാമനെ പോലെ ഇറങ്ങി വന്ന് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ ധ്യാനിക്കണം. അപ്പോൾ ധ്യാനത്തിങ്കിൽ തീ കത്തും. ഹല്ലേലൂയ. തിരുവഴുത്തിൽ വായിക്കുന്നു, എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങള് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ധ്യാനിച്ചു കഴിയുമ്പോൾ
തീ കത്തൂല്ലേ ദൈവമക്കളെ? ഞാൻ പലപ്പോഴും എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ നെടുവീർപ്പ. എൻ്റെ കർത്താവേ, ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ക്രെയിൻ വന്നെടുത്ത് മാറ്റുന്നത് പോലെ നമ്മുടെ അനുഭവം അല്ലേ വിശുദ്ധന്മാരെ? പ്രൈസ് ലോർഡ്. ഇന്ന് മിടുക്കന്മാരും മിടുക്കലുമായിട്ട് ഈ കൃപാസനത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മളേതാണ്ട് ശുക്രനിൽ നിന്ന് വന്നതുപോലെയാ നമ്മുടെ അനുഭവം അല്ലേ? പ്രൈസ് ലോർഡ്. സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഹല്ലേലൂയ. സ്വർഗം അവിടെ കൗൺസിൽ കൂടി ഒരു VIP ദൂതനെ അങ്ങ് പറഞ്ഞു വിടുകയാ. സ്തോത്രം. ഒരു VIP ദൂതനെ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലുണ്ട്. ആള് കിടന്ന് ഉറങ്ങിയ. നീ ഇങ്ങനെ ഉറങ്ങാനുള്ള ആളല്ല. പ്രൈസ്. നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ള ആളാ. പ്രൈസ്. നീ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാനുള്ള ആളാ. നിനക്ക് പകരം അടുത്തയാളെ നീ ഓർഡർ ചെയ്താക്കേണ്ട ആളാണ്. നീ അങ്ങനെ കിടന്നുറങ്ങേണ്ട ആളല്ല. പ്രൈസ് ലോർഡ്. ആകാമിന്റെ മുമ്പിൽ നിനക്ക് ചങ്കൂറ്റം തന്ന് അഭിഷേകം തന്ന് നിന്റെ അരമുറക്കി ഞാൻ നിന്നെ നിർത്തിയെങ്കിൽ, നിന്റെ മേൽ ഞാൻ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിൽ, നിന്റെ കുടുംബത്തിന്മേൽ ഞാൻ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഞാൻ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെങ്കിൽ, നീ ഇങ്ങനെ പോകേണ്ട ആളല്ല. നീ ആരാധന ഉറങ്ങേണ്ടയാളല്ല. നീ പ്രാർത്ഥനയിൽ ഉറങ്ങേണ്ടയാളല്ല. പ്രൈസ് ലോർഡ്. ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ ഇറങ്ങി വന്നിട്ട് തട്ടി എഴുന്നേൽക്കാൻ പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. തൊട്ടടുത്ത് സ്വർഗത്തിൽ ചുട്ടയട. പക്ഷേ അവിടെ ബേക്കറി ഉണ്ടോ? ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം. അത് ബേക്കറി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ലോർഡ്. സ്വർഗത്തിൽ ബേക്കറി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മന്നെ അവിടുന്ന് കൊടുത്തല്ലോ. മോശയല്ല മന്നെ തന്നേ, എൻ്റെ പിതാവാ തന്നെന്ന് പറഞ്ഞു. എൻ്റെ വിശ്വാസം കേട്ടോ. പ്രൈസ് ലോർഡ്. എൻ്റെ വിശ്വാസം അത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം കൊണ്ട് കൊടുത്തു, തിന്നു, അവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങി. ഈ മനുഷ്യന് മനോവേദന വന്നാലുണ്ടല്ലോ, പ്രാർത്ഥിക്കുക ഗ്ലോറി എന്നൊക്കെ പറയാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇനി വരണ്ടേ? പ്രൈസ് ലോർഡ്. സാരിയില്ല, പറയാൻ എന്നാ എളുപ്പാ. സാരിയില്ല, പ്രാർത്ഥിച്ചു ധൈര്യപ്പെടുക, കർത്താവല്ലേ ഉള്ളതെന്നൊക്കെ പറയാൻ എന്നാ എളുപ്പാന്നീ. പ്രൈസ് ലോർഡ്. അനുഭവത്തിൽ കൂടി പോകുന്നവരോടൊന്ന് ചോദിക്കേ. പ്രൈസ്. സ്വന്തം കുഞ്ഞിൻ്റെ പ്രാണം പോയി കഴിയുമ്പോൾ അടുത്തുള്ള അയൽവാസി വന്ന് സാരിയില്ല പ്രാർത്ഥിക്കാന്ന് പറയുന്നതിന് എന്നാ കുഴപ്പമില്ല. ഹല്ലേലൂയ. പണ്ട് പാസ്റ്റർ ഇവിടെ പറഞ്ഞോണ്, അത് നിൻ പിള്ളേ, ഇത് എൻ പിള്ളേ. പ്രൈസ് ലോർഡ്. പിന്നെയും അത് തിന്ന് ഒരു ഉഷറായി കഴിഞ്ഞപ്പോൾ വീണ്ടും ദൂതനെ അയച്ചു. VIP ദൂതനെ. കാരണം ഇവിടെ കിടക്കുന്നയാള് VIP കൂടപ്പറപ്പേ. നമ്മൾ ഓർഡിനറി അല്ല. നമ്മൾ ഓർഡിനറി ആന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ ഓരോരുത്തരും എക്സ്ട്രാ ഓർഡിനറിയാ. സ്വർഗത്തിന്റെ മുത്ത. കാരണം അയൽവാസിക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും, വീട്ടുകാർക്ക് അത്ര വലിയ താല്പര്യമില്ലെങ്കിലും, യോനയുടെ പേര് തുന്നി ചേർത്തിരിക്കുന്ന ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാണെങ്കിലും യോനയെക്കുറിച്ച് വായിക്കുന്നത് യോന പ്രവാചകന്മാരെക്കാൾ അഗ്രഗണ്യനായ പ്രവാചകനാ. പക്ഷേ തുന്നി ചേർത്തിരിക്കുന്നത് ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാ. ഒരു രാഷ്ട്രത്തെ കർത്താവിലേക്ക് തിരിച്ച ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു യോന. വീണ്ടും രണ്ടാമത് അപ്പവും വെള്ളവും കൊടുത്തിട്ട് പറഞ്ഞ് തട്ടി, വേഗം എഴുന്നേൽക്ക്, നിനക്ക് ചില അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനുണ്ട്. വേഗം എഴുന്നേക്ക്, നിന്നിലൂടെ ചില ആത്മാക്കൾ മുൻപോട്ട് വരാനുണ്ട്. വേഗം എഴുന്നേൽക്ക്, നിന്റെ തലമുറ എനിക്ക് ഉപയോഗിക്കുവാനുണ്ട്. വേഗം എഴുന്നേൽക്ക്, നിന്റെ കുടുംബത്തെ എനിക്ക് ഉപയോഗിക്കുവാനുണ്ട്. നിന്റെ തലമുറ എനിക്ക് ഉപയോഗിക്കുവാനുണ്ട്. നിന്നെ എനിക്ക് ഉപയോഗിക്കുവാനുണ്ട്. ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ, ഒരു അഭിഷേകത്തിന്റെ നറുമണം നിന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് എഴുന്നേൽപ്പിക്കാനുണ്ട്. അത് നീ എഴുന്നേൽക്കണം. ആരാധന എഴുന്നേൽക്കണം, പ്രാർത്ഥന എഴുന്നേൽക്കണം, ഉപവാസത്തിൽ എഴുന്നേൽക്കണം, ദൈവ ധ്യാനത്തിൽ എഴുന്നേൽക്കണം, മധ്യസ്ഥ പ്രാർത്ഥന എഴുന്നേൽക്കണം. ഗ്ലോറി ടു ഗോഡ്. എഴുന്നേൽക്കുക. എഴുന്നേൽക്കാതെ കാര്യം നടക്കുകയില്ല. ഇവിടെ അപ്പവും വെള്ളവും ഇരിക്കുക. എഴുന്നേൽക്കണം. എഴുന്നേൽക്കാതെ തിന്നാൻ പറ്റുമോ? മന്നെ ആരുടെയും വായി കൊണ്ട് കൊടുത്തില്ല.
ഇടിച്ചു പിടിച്ച് അപ്പം ഉണ്ടാക്കി കൊടുത്തില്ല. മന്ന അവിടെ മുറ്റത്ത് പൊഴിച്ചിട്ടു. രാവിലെ എഴുന്നേറ്റ് ഈ മന്ന പെറുക്കണം. ഈ മന്ന നമ്മുടെ കുടുംബത്തിലുണ്ട്. ഈ മന്ന പെറുക്കില്ല, ഈ അന്ന് പട്ടിണിയാ. ഹല്ലേലൂയ. എന്നാ നാളത്തേക്കുള്ളത് ഇന്നിങ്ങോട്ട് പറക്കാന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. പ്രൈസ് ബില്ലന്മാരങ്ങനെ പോയി. പ്രൈസിലോ കിട്ടിയില്ല. പ്രൈസിലോ ബാക്കി ശേഷിപ്പിക്കാന്നുള്ളത് ചിന്തിച്ചു, ക്രമീകരിച്ചു പോയി. ദൈവത്തിൻ്റെ വചനം എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇതങ്ങ് ചുമന്നേ തലേ വെച്ചോണ്ട് പ്രൈസ് ലോർഡ്. നമുക്ക് നടക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത് നമ്മൾ ചുമക്കും. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഇത് നമ്മളെ ചുമക്കും, നമ്മുടെ സന്തതിയെ ചുമക്കും, നമ്മുടെ കുടുംബത്തെ ഇത് ചുമക്കും. ഹല്ലേലൂയ. വിളിചലിച്ച ദൈവത്തിന്റെ മനുഷ്യൻ ഇപ്പൊ പറയുന്നത് എനിക്ക് മരിച്ചാൽ മതി. കർത്താവേ ഇത്രയൊക്കെ മതി, എനിക്ക് മരിച്ചാൽ മതി. ദൈവമല്ലേ തീരുമാനിക്കണേ മരിക്കണോ വേണ്ടിയോ എന്നുള്ളത്. എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ എന്നാ എനിക്ക് ചത്താൽ മതി. പ്രൈസ് ലോർഡ്. എൻ്റെ പ്രാണനെ എടുത്തോളണേ. അങ്ങനെ എടുത്താൽ ഇങ്ങനെ പണ്ടൊരമ്മച്ചി അപ്പച്ചനുമായിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ കർത്താവേ എൻ്റെ പ്രാണനെ അങ്ങ് എടുക്കണമേ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ആരാന്ന് ചോദിച്ചു. കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ പ്രാണനെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാണനെ എടുക്കാമെന്നാന്ന് പറഞ്ഞു. അമ്മച്ചി അവിടെ കൊണ്ട് 2 തുള്ളല്. ഇവിടെ മനുഷ്യൻ പ്രാണം പോയിരിക്കുമ്പോഴാ കാലൻ്റെ ഒരു വരവെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ തുള്ളല് കണ്ട് കാലം പേടിച്ചു പോയി. പറഞ്ഞ താല്പര്യം പ്രാണൻ എടുക്കണമെന്നൊക്കെ പറയുന്നത് ചുമ്മാ എന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. ഇത് പറയുന്നില്ല, റെക്കോർഡിങ്ങാ. പ്രൈസ് ദി ലോർഡ്. വായിലെ വാക്കുകളും ഹൃദയത്തെ നിരൂപണവും ദൈവത്തിന് പ്രസാദം. വായിത്തൊന്ന് പെട്ടെന്ന് അങ്ങനെയൊന്നും പറയരുത്. ഒക്കെ വളരെ റെക്കോർഡിക്കല. സ്തോത്രം. ഇതാ മറ്റൊരു മനുഷ്യൻ. ഇത് തീർന്നില്ല. ഇതാ മറ്റൊരു മനുഷ്യൻ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നു. ഗ്ലോറി ടു ഗോഡ്. അപ്പോസ്തല 12:7. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും കേട്ടോ. ഒരു നിമിഷം നിൽക്കണേ. താങ്ക് യു. ദൈവം കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും. ക്ഷണത്തിൽ ആകാശം കറുത്തുന്നാ വായിക്കുന്നത്. ക്ഷണത്തിൽ. അതുകൊണ്ട് ഇപ്പം കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് നീ വിലയിരുത്തരുത്. പ്രൈസ്. കാര്യം പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. തകിടം മറിയുന്നത് പെട്ടെന്നായിരിക്കും. പെട്ടെന്ന്. ഒരു കൂട്ടം ആളുകളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചാർച്ചക്കാരും ബന്ധുക്കാരൊക്കെ സഭക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര സ്പീഡാ. പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അവൻ്റെ വചനം അതിവേഗം ഓടുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. അതിവേഗം ഓടുന്നു. അപ്പോൾ ആ വചനത്തിൻ്റെ സ്പീഡ് നമ്മളാ തീരുമാനിക്കണേ. നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം, വേണമെങ്കിൽ സ്പീഡ് കുറയ്ക്കാം. യോഗ്യമല്ലാത്ത നിലയിൽ കാല് വെച്ചാൽ സ്പീഡ് കുറയും വചനത്തിൻ്റെ. കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇത് സ്പീഡ് അങ്ങ് കൂടും. പെട്ടെന്ന് ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുക. ചിലത് പെട്ടെന്നായിരിക്കും. ഹല്ലേലൂയ. ചിലത് പെട്ടെന്നായിരിക്കും. നിങ്ങൾക്ക് സഭയിൽ വന്ന് സാക്ഷ്യം പറയാം. ഹല്ലേലൂയ. ശനിയാഴ്ച സാക്ഷ്യം പറയാം. അത് പെട്ടെന്നായിരിക്കും. എഴുതി തള്ളിയ കേസ് അത് പെട്ടെന്നായിരിക്കും. ക്ഷേണത്തിൽ ആകാശം കറുത്തു. പെട്ടെന്ന് ദൂതൻ അവിടെ ഇറങ്ങി. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനായൊരു ദൈവമല്ലേ നമ്മുടെ ദൈവം. 800 കോടി ജനത്തിന് നൽകുവാൻ തക്കവണ്ണം അത്ര സമ്പന്നനായ ദൈവമല്ലേ. അബ്രഹാമേ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ സർവശക്തിയുള്ള ദൈവമല്ലേ. ഞാൻ എൽസദായി അല്ലേ. ഞാൻ യഹോവ എബനേസർ അല്ലേ. ഞാൻ യഹോവ ശമ്മയല്ലേ. ഞാൻ യഹോവ റാഫയല്ലേ. ഞാൻ യഹോവ നിസിയല്ലേ. നീ ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. ആളുകൾ എന്ത് പറയട്ടെ, ആളുകൾ എന്ത് പറയട്ടെ. ആളുകളുടെ വാക്കിനനുസരിച്ചല്ല നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ സ്റ്റെപ്പുകൾ വയ്ക്കുന്നത്. ആളുകൾ എന്ന് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയാം, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ വാക്ക് കേട്ട് വിശ്വാസ ജീവിതം നയിച്ചാൽ സംഗതി ഗണിയ. അത് പൊതുജനത്തിന്റെ അഭിപ്രായമാണ്. നോഹ പൊതുജനത്തിന്റെ അഭിപ്രായം കേട്ടു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 3000 നോഹയല്ല, അഹറോൻ പൊതുജനത്തിന്റെ വാക്ക് കേട്ടു. അന്ന് 3000 വീണു. നിന്നെ ആക്കിയത് പൊതുജനമല്ല, ദൈവം തമ്പുരാനാ. നേരിട്ട് വിളിച്ച ദർശനത്തിലൂടെ വെളിപ്പാടിലൂടെ പ്രത്യേക സംഭവങ്ങളിലൂടെ നിന്നെ കൃപയിലാക്കിയത് നാട്ടുകാരല്ല, ദൈവം തമ്പുരാനാ.
ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ തന്നെ വീഴുവീൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അബ്രഹാമേ, ഇതാ അടിയേൻ. He is willing to do anything for the glory of God. ദൈവ മനുഷ്യനെ എത്ര വലിയ മനുഷ്യനാക്കി തീർത്തു, ഒരു രാഷ്ട്രമാക്കി തീർത്തില്ലേ? ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവം പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. പെട്ടെന്ന് ദൂതൻ ഇറങ്ങി. എന്നിട്ട് അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക്, ആളുറങ്ങുക. നീ അങ്ങനെ ഉറങ്ങേണ്ട ആളല്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൻ്റെ താക്കോല് കിട്ടിയ ആളാ, സാധാരണ മനുഷ്യനൊന്നുമല്ല. നേരിട്ട് സ്വർഗത്തിൻ്റെ താക്കോൽ അങ്ങ് കൊടുത്തു. എന്നാ പിടിച്ചോളാൻ പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ചെയ്തതുപോലെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്ന ദൈവത്തിൻ്റെ മനുഷ്യനാവള്ളി. ഹല്ലേലൂയ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പിതാവിങ്കിൽ നിന്ന് നേരിട്ട് വെളിപ്പാട് കിട്ടിയ ആളാ, ഓർഡിനറി ആളൊന്നുമല്ല. സ്വർഗം അനങ്ങാതിരിക്കോ? സ്വർഗം അനങ്ങാതിരിക്കോ? നീ എനിക്ക് വിലയേറിയവനും മാന്യനുമെന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു. ദൈവത്തിന് ചില മാന്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും മാന്യന്മാരാണ്, പക്ഷേ സ്പെഷ്യലായിട്ടുള്ള ചിലതുണ്ട്. അതിലുൾപ്പെട്ടതാണ് നീ. നാം ദൈവത്തിൻ്റെ മുത്ത, ദൈവത്തിൻ്റെ മുത്ത. അങ്ങനെയൊന്നും എഴുതി തള്ളാൻ പറ്റില്ല. നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് വിലയേറിയവളാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നെ ഒരു കാശിന് കൊള്ളൂല്ലെന്ന്, 5 പൈസയ്ക്ക് കൊള്ളൂല്ലെന്ന്? തമ്പുരാൻ പറയുക, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആളുകൾ പറയുന്നങ്ങ് മാറ്റി നിർത്ത്. ദൈവം എന്ത് പറയുന്നുള്ളതാണ്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഗ്ലോറി ടു ഗോഡ്. വിഷയത്തിലേക്ക് വരാം. അവനെ ഉണർത്തി. ഉണർന്നു കഴിഞ്ഞപ്പോൾ ചങ്ങല താഴെ വീണു, കെട്ട് താഴെ വീണു. ശത്രു കെട്ടിയത് താഴെ വീണു. അപ്പം ശത്രു കെട്ടിയത് താഴെ വീഴാൻ, അഴിഞ്ഞു വീഴാൻ ഉഗാണ്ടയിൽ നിന്ന് പ്രവാചകനൊന്നും വരണ്ട. ഉണർന്നാൽ മതി. ആരാധനയിൽ ഉണർന്നാൽ മതി, പ്രാർത്ഥനയിൽ ഉണർന്നാൽ മതി, വിശുദ്ധിയിൽ ഉണർന്നാൽ മതി. കെട്ടം കഴിഞ്ഞോളും. കരങ്ങളിൽ സ്വതന്ത്രം ചെയ്തേ. അല്ലേ, ഉണർന്നപ്പോ കെട്ട് ചങ്ങല അടിഞ്ഞു. പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തില്ല. അടുത്ത വാക്യം, പ്രൈസ് ദി ലോർഡ്. ഉടനെ ചങ്ങല കൈമിന്ന് വീണു. ദൂതനവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക, വലിയ ദൗത്യത്തിനായി ഒരുങ്ങിക്കോളാൻ. അടുത്തത്, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. ഏതാ? കൃപയുടെ വസ്ത്രം, തേജസ്സിൻ്റെ വസ്ത്രം, രക്ഷാവസ്ത്രം പൊതിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ പോരാ. ഈ ദൂതനെ അനുഗമിക്കാൻ ദൂതൻ്റെ മുൻപ് പോകരുത്, ദൂതൻ്റെ പുറകിൽ നിൽക്കണം. ദൂതിൻ്റെ പുറകിൽ നിൽക്കണം. അന്ന് ദൂതനായിരുന്നെങ്കിൽ ഇന്ന് ദൂത, അന്ന് ദൂതനായിരുന്നെങ്കിൽ ഇന്ന് ദൂത. ഈ ദൂതിൻ്റെ പുറകിൽ നിൽക്കണം, വചനത്തിൻ്റെ പുറകിൽ നിൽക്കണം. അത് ഗേറ്റുകൾ തുറന്നോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം കാവല് തുറന്നു, 2-ാം കാവല് തുറന്നു. തുറക്കാത്ത വാതിൽ ഏതാ ഉള്ളേ? സർവഭൂമിയുടെ കർത്താവിൻ്റെ മുമ്പിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നല്ലേ തിരുവഴുത്ത് പറയുന്നത്. തിരുവഴുത്ത് അങ്ങനെ എക്സഗ്രേറ്റ് ചെയ്യുകയല്ലോ, പോളിഷ് പറയുകയല്ലോ, ഫ്ലാറ്റർ ചെയ്യുകയല്ലോ. ലേലുയ. വചനം പോഷ്ക്ക് പറയുകയല്ലോ. ലേലുയ. ഹോവയായ ദൈവത്തിൻ്റെ അധരത്തിൽ നടന്നു വീണ ദൈവത്തിൻ്റെ വചനം, ഹോവേ നിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചിറ്റിക പോലെയെന്നല്ലേ തിരുവഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൂതിനെ അനുഗമിക്കുക. ദൂതിനെ അനുഗമിച്ചപ്പോൾ ഗേറ്റുകൾ തുറക്കുക. പ്രൈസ് ലോ. വലിയ ദൈവപ്രവൃത്തി. ഹെരോദാവിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചുവെന്ന് ഞാനിപ്പോൾ വാസ്തവമായി. ആളുകൾക്ക് ചില പ്രതീക്ഷയുണ്ട് നിന്നെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും. തകരണം, പരസ്യക്കോലമാകണം, നീ അവഹേളിക്കണം, നിന്റെ കുടുംബം അവഹേളിക്കപ്പെടണം, എന്നിട്ട് ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് കണ്ണിൽ എണ്ണയൊഴിക്കുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് നിന്റെ കുടുംബത്തിൽ ചെയ്തിട്ട് നടത്തിയിട്ടുണ്ടല്ലോ. അവൻ നഷ്ടക്കച്ചവടം ചെയ്യുന്ന ദൈവമല്ല, അവൻ നഷ്ടക്കച്ചവടം ചെയ്യുന്ന ദൈവമല്ല. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ആധിക്യം, it is so precious, it is so valuable. നിന്നെ നിന്നയ്ക്ക് ഏൽപ്പിക്കുന്ന ദൈവമല്ല, നിന്റെ കുടുംബത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കുന്ന ദൈവമല്ല. നീ ദൂതനെ, നീ ദൈവത്തിന്റെ വചനത്തെ നീ അങ്ങ് ഫോളോ ചെയ്താൽ മതി.
ഗേറ്റുകളെല്ലാം തുറക്കുക. വലിയ ദൈവപ്രവൃത്തി. പ്രൈസ്. അടുത്തത്, ഇവിടെ ലാസറിൻ്റെ കല്ലറയിലേക്ക് കർത്താവ് വന്നു. ഒറ്റ വാക്ക്, ലാസറേ പുറത്തു വരിക. ദൈവത്തിൻ്റെ വചനം കല്ലറകളെ ഭേദിച്ച്, പ്രൈസ് ലോർഡ്, ഞരമ്പ് നാടിയിലേക്ക് ആ വചനം ചെന്ന് ലാസറെ ജീവനുള്ളവനായി ദൈവം പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ലോർഡ്. തിരുവഴുത്തിൽ വായിക്കുന്ന ഇപ്പോൾ ലാസർ മുൻപന്തിയില്ല. നമ്മുടെ കണ്ണി അടയ്ക്കാം, സമയമായി. നമ്മുടെ എല്ലാവരും കണ്ണി അടയ്ക്കട്ടെ. പ്രൈസ് ലോർഡ്. നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങിയാണ്. ലാസർ മുഖാന്തരം ബഥാന്യ പട്ടണം ഇളകി. നാം മുഖാന്തരം നമ്മുടെ പട്ടണങ്ങൾ ഇളകണം, നമ്മുടെ സഭയെ ഇളകണം, നമ്മുടെ ചുറ്റുപാടുകൾ ഇളകണം. പ്രൈസ് ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു.